ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ബാത്തിങ് പൗഡറാണ്. ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കുന്നത്. കുളിക്കുമ്പോൾ സോപ്പ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ യൂസ് ചെയ്താൽ മതി. എന്നാൽ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളെല്ലാം പോവാനും നിറം വയ്ക്കാനും പാടുകൾ മാറിക്കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും ഒക്കെ സഹായിക്കും. സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ഗുണങ്ങളാണ് ഈ ഒരു ബാത്തിങ് പൗഡർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാത്തിങ് പൗഡറാണ്. പിന്നെ നിങ്ങൾക്കിതൊരു ഫേസ് വാഷ് പൗഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാത്തിങ് പൗഡർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട, ബീട്രൂട്ടിൽ ഓൾറെഡി നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈസി ആയിട്ട് അരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം ചേർക്കാതെ ഇത്രയും ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ബാത്തിങ് പൗഡർ തയ്യാറാക്കി എടുക്കുന്നത് ഒരു പാനിലാണ്. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടികട്ടിയുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും ഒന്നും കുഴപ്പമില്ല. ഞാനിവിടെ 3 സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള അഴുക്കുകളെല്ലാം പെട്ടെന്ന് റിമൂവ് ആക്കി കിട്ടാനും എണ്ണമയം നീക്കാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകൾ എളുപ്പത്തിൽ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ 1 സ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് നിറം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കിയിട്ട് വയ്ക്കാനും മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ബീട്രൂട്ട് ആണെങ്കിലും നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിലുള്ള അഴുക്കുകൾ നന്നായിട്ട് തന്നെ റിമൂവ് ആക്കി തരും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ്. ചെറിയ തീയിലാണ് നിങ്ങളിത് വറുത്തെടുക്കേണ്ടത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇത് തണുത്ത ശേഷം നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഒട്ടും നനവില്ലാത്ത ജാറായിരിക്കണം. എന്നിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലെ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും ബാത്തിങ് പൗഡറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വറുത്തെടുത്തുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കിത് പുറത്ത് വെച്ചിട്ടും യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് 1 മാസം വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ വരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇനി നമ്മുടെ ബാത്തിങ് പൗഡർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ടും അല്ലാതെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടും റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടും ഒക്കെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാല് ചേർത്തിട്ടുള്ളതാണ് കുറച്ചും കൂടെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ബാത്തിങ് പൗഡർ എടുത്ത ശേഷം പാലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫേസ് പാക്കിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഈ ഒരു ബാത്തിങ് പൗഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഫുള്ള് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മുഖം കഴുകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ബാത്തിങ് പൗഡർ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതെന്ന് നോക്കാം. കുളിക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത ശേഷം ഈ ഒരു ബാത്തിങ് പൗഡറിൻ്റെ മിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ഉരച്ചു കൊടുക്കുക. പതുക്കെ മാത്രം ഉരച്ചു കൊടുക്കുക. ഇത് തേച്ച ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നവരും ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. മുഖം ഒന്ന് നനച്ചു കൊടുത്ത ശേഷം ഈ ഒരു മിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1-2 മിനിറ്റ് വെച്ച ശേഷം കഴുകി കളയുക. ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ റെഗുലറായിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരും. പാടുകളൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാനും സ്കിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്